നമുക്കിന്നൊരു ചേന അച്ചാർ ചെയ്യാം കേട്ടോ. ഇഡ്ഡലി, ദോശ, പിന്നെ ചോറ്, ചപ്പാത്തി എന്തിൻ്റെ കൂടെ വേണേലും ഈ ചേന അച്ചാർ കഴിക്കാം. പക്ഷേ ഒരു ദിവസമേ ഇരിക്കത്തുള്ളൂ, കുറേ ദിവസം കേടുകൂടാതെ ഇരിക്കത്തേന്നുമില്ല കേട്ടോ. അതിന് വേണ്ടി ചേന ഒരു കഷ്ണം കഴുകി നല്ല വൃത്തിയാക്കി ദണ്ടിക്കാനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ട് അതിലേക്ക് ഉപ്പിട്ടിട്ട് നല്ലതുപോലെ ഇളക്കി ഒരു 5 മിനിറ്റ് വെക്കുക. എന്നിട്ട് ഈ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം എണ്ണ ചൂടായി ചേന കഷ്ണങ്ങൾ വറുത്ത് കോരി എടുക്കുക. ചേന ഇട്ടിരുന്ന ഉപ്പുവെള്ളം നമുക്ക് വേണ്ടാതെടുത്ത് കളഞ്ഞ് പാത്രം കഴുകുക കേട്ടോ. എന്നിട്ട് കടുക് കുറച്ചെടുത്ത് വറുത്ത് നല്ല ഇടിച്ച് വെക്കുക. കായം കട്ടയാണെങ്കിൽ കായവും കൂടി ഇടിച്ച് വെക്കാം. പിന്നെ അതിന് ആവശ്യമുള്ള വറ്റൽമുളക് കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലതുപോലെ വറുത്തെടുക്കുക. എന്നിട്ട് വറുത്തെടുത്ത വറ്റൽമുളകും വാളൻ പുളിയും കൂടെ നല്ലതുപോലെ പൊടിക്കുക. പൊടിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് നല്ല നൈസായിട്ട് അങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് കടുക് പൊട്ടിയും കറിവേപ്പില ഇടാം, കായം ഇടാം. അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന മുളകും വാളൻപുളിയും എല്ലാം കൂടെ ഉള്ള വെള്ളവും കൂടെ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നല്ലതുപോലെ കുറുക്കിയെടുക്കാം. കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചേനയും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി അങ്ങോട്ട് എടുക്കാം. എന്നിട്ട് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് ഒഴിച്ച് കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. ചേനയ്ക്ക് പകരം കിഴങ്ങും ചീവക്കിഴങ്ങും എടുക്കാവുന്നതാണ്.